ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് സോസേജ് കറി ഉണ്ടാക്കാൻ പോവാണ്. കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഫ്രൈ ആയിട്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അടുപ്പത്ത് ചട്ടി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോസേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് സവാളയും വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. സവാള എങ്ങനെയാണ് ഇടുന്നത്? അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇട്ടേക്കുന്നത്? സവാളയും പച്ചമുളകും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 1/4 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കണത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അതാകുമ്പോൾ ഇച്ചിരി കൂടി നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ. സവാള ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം കേട്ടോ. സവാളയൊക്കെ വഴണ്ട് നന്നായിട്ട് ബ്രൗൺ ആവണം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു ഇഞ്ച് നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി അതായിപ്പോയതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി. നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് സോസേജ് ചേർക്കണേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്നത്. ഒരു ഇച്ചിരി രീതിക്ക് വരാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ.